ഇത് 2025 പൂയം നക്ഷത്ര ജൂൺ മുതൽ ഡിസംബർ വരെയുടെ വിശദമായ ഫലം ആണ്. മലയാളത്തിൽ പൂയം നക്ഷത്രഫലം ജൂൺ മുതൽ ഡിസംബർ 2025 വരെ മുഴുവൻ മാസങ്ങൾക്കായുള്ള ആധ്യാത്മികവും ഭൗതികവുമായ പ്രവചനം. ജൂൺ 2025 ഈ മാസം ചില തൊഴിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ചെലവുകൾ കൂടുതലാകാം. ശാന്തമായി തീരുമാനം എടുക്കൂ. ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ധനനഷ്ടം ഒഴിവാക്കാൻ നിക്ഷേപത്തിൽ മുൻകരുതലുകൾ വേണം. വിശേഷം ഗുരുഗ്രഹത്തിന്റെ പരിവർത്തനം ഒരു വലിയ മാറ്റത്തിന് വഴി ഒരുക്കും. ജൂലൈ 2025 ധനം പതിയെ വളരും. തൊഴിൽ രംഗത്ത് അംഗീകാരം കിട്ടും. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ചിലർക്ക് വിവാഹയോജിത ആലോചനകളുണ്ടാകാം. കുടുംബത്തിൽ സന്തോഷം നിറയും. ശുഭദിനങ്ങൾ 3, 12, 21. പരിഗണിക്കേണ്ടത് ശരീരാരോഗ്യം കുറച്ചും മാനസിക സമ്മർദ്ദം കൂടുതൽ. ഓഗസ്റ്റ് 2025 നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. വിദേശത്തേക്കുള്ള സാധ്യതകൾ കാണപ്പെടുന്നു. നല്ല ഉപദേശം ലഭിച്ചാൽ അതിനനുസരിച്ച് നീങ്ങുക. വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ പ്രതീക്ഷിക്കാം. ശുഭം വിദേശ തൊഴിൽ അപേക്ഷിക്കുന്നവർക്ക് നല്ല അവസരം. ശ്രദ്ധിക്കേണ്ടത് കഠിനാധ്വാനം ആവശ്യമാണ്. സെപ്റ്റംബർ 2025 ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വീട് വാങ്ങൽ, വാടക ഇടപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിനുള്ളിൽ വഴക്കുകൾ ഒഴിവാക്കാൻ സഹനമാംശം വേണം. ആത്മവിശ്വാസം നിലനിൽക്കുമ്പോൾ വിജയവും ഒപ്പം വരും. ശുഭമാസം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും. പരിഗണിക്കുക ബന്ധുവിനോട് കടം കൊടുക്കുമ്പോൾ കരാറൊപ്പിക്കുക. ഒക്ടോബർ 2025 ആരോഗ്യത്തിൽ പുരോഗതി. ബന്ധങ്ങളിൽ മെച്ചം. തൊഴിൽ സ്ഥലത്ത് ഉയർന്ന വ്യക്തിത്വം തെളിയിക്കപ്പെടും. നവമാധ്യമങ്ങളിലൂടെയോ ഫ്രീലാൻസ് ജോലി വഴിയേയും പണം വരാം. നഷ്ടസാധ്യത പഴയ സുഹൃത്തുക്കളിൽ നിന്ന് ദ്രോഹം. വിശേഷം ആത്മീയതയിലേക്കുള്ള ആകർഷണം കൂടും. ഡിസംബർ 2025 വർഷാവസാനം സമാധാനത്തോടെ ആസ്വദിക്കാം. ചിലർക്ക് പണത്തിന്റെ കുറവ് അനുഭവപ്പെടും. പക്ഷേ കുടുംബ പിന്തുണയോടെ അതിജീവിക്കും. ധാരാളം അനുഭവങ്ങൾ പഠനമായി മാറും. ശുഭനക്ഷത്രദിനങ്ങൾ 5, 17, 25. ആശയങ്ങൾ പുതിയ സംരംഭം ആരംഭിക്കാനുള്ള നല്ല മാസം. പരിഹാര നിർദ്ദേശം എല്ലാ ശനിയാഴ്ചയും വിളക്കേന്തിത്തൈ ശനീക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെടുക. ചാവ്വാഴ്ച ഉഷരഭൂമിയിലാരിടത്ത് ക്യൂ വെള്ളം ഒഴിക്കുക. തിരുവയാണക്കഴിഞ്ഞുള്ള സ്ഥ ശിവക്ഷേത്ര ദർശനം സഥ നിർബന്ധമാക്കുക. തീ നക്ഷത്രലക്ഷണം പൂയം. തീ നക്ഷത്രക്കാർ സ്ഥിരതയുള്ളതും ആത്മവിശ്വാസമുള്ളതുമായവരാണ്. തീ 2025 രണ്ടാം പകുതി തൈസ്ത് പാടുപെട്ടാലും ഉയരാനുള്ള വാതിലുകൾ തുറക്കും. ആത്മവിശ്വാസം കൈവിടരുത്.